തീർച്ചയായും അങ്ങനെ മാറുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒരു പാൻ കേരള എഫക്റ്റ് അല്ല, ഒരു പാൻ ഇന്ത്യ ഇഫക്റ്റ് ആയിട്ട് അത് മാറും. CPI ഉള്ളിടത്തിലൊക്കെ ഈ പറയുന്ന ജി സുധാകരൻ്റെ ഈ പറയുന്ന രാജി പ്രഖ്യാപനം വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു സാധാരണ CPM കേഡറെ പോലെയല്ല ജി സുധാകരനെ നമ്മൾ കാണേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ബന്ധം ഒരുപാട് കാലമായിട്ട് ഉണ്ടായിരുന്നു. അടുത്ത കാലത്തായിട്ടൊന്നും അങ്ങനെ ബന്ധപ്പെടാൻ കഴിയാറില്ലെങ്കിലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്കുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം വിശ്വസ്തനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. സാധാരണ മനുഷ്യൻ്റെ പ്രയാസങ്ങളിലൊക്കെ വലിയ താല്പര്യം ഉണ്ടാവുകയും ഒരു കാരണവശാലും അഴിമതിക്ക് വശംവദനാകാതിരിക്കുകയും ഏറ്റെടുത്ത ജോലികൾ കൃത്യമായി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം നിരസിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോവല്ല. പക്ഷെ അപ്പോഴൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയൊക്കെ അദ്ദേഹം പെരുമാറുന്നുള്ള തോന്നൽ ജനങ്ങൾക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. അത് വലിയ പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുക. നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ അന്വേഷിക്കണം. അതിന് പലതരത്തിലുള്ള തലങ്ങളുണ്ട്, എല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ സാധ്യമല്ല. പക്ഷേ അതിൻ്റെ ഒരു 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 മേഖലയിൽ നമ്മൾ ആ കാര്യത്തെ നോക്കിക്കണ്ടാൽ എങ്ങനെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പോൾ ആലപ്പുഴ ജില്ല എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ നമ്മൾ കണ്ണൂർ എന്ന് പറയുന്നത് പോലെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമാണ് ആലപ്പുഴ. പുന്നപ്രവയലാർ സമരം നടന്ന പ്രദേശമാണ്. അങ്ങനെയൊക്കെ വലിയ സവിശേഷതകളുള്ള ഒരു പ്രദേശമാണ്. അവിടെ അതിശക്തമായ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിലകൊണ്ടിരുന്നു. ആ പാർട്ടിയുടെ തകർച്ച ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് നിങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടി പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കളരിയായതൊന്ന് ഈ ആലപ്പുഴയാണ്. VS അച്യുതാനന്ദന്റെ ജില്ലയായിട്ടുള്ള ആലപ്പുഴ. ആ ആലപ്പുഴ ജില്ലയെ തന്നോടൊപ്പം നിർത്തുന്നതിന്, പിണറായി വിജയനോടൊപ്പം നിർത്തുന്നതിന് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുള്ള കളികളുണ്ട്. ആ കളികളുടെ ആകത്തുകയാണ് ഈ ഏറ്റവും അവസാനം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രയും ശക്തമായ എന്താണ് പറയുക, ഐഡിയോളജിക്കലായും അതുപോലെ തന്നെ ആദർശപരമായും മറ്റെല്ലാ തരത്തിലും ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു മേഖലയിൽ തനിക്ക് ആളെ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായി അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായി ജീർണതയിൽ അകപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കളി പിണറായി വിജയൻ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ കളിക്ക് പിണറായി വിജയൻ ഒപ്പം നിന്നയാളല്ലേ ജി സുധാകരൻ, ശ്രീ NV ബാലകൃഷ്ണൻ? അതെ, ഞാൻ പറയാൻ പോകുന്നതാണ്, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം അതാണ്. അങ്ങനെ ഒരു കളിക്ക് പിണറായി വിജയൻ ഉപയോഗിച്ച ഒരു ഉപകരണമായിരുന്നു ഈ പറയുന്ന ജി സുധാകരൻ തന്നെ അതൊരിക്കൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. VSനെ കുറിച്ച് വളരെ മഹത്തായ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പക്ഷേ കേരളത്തിലെ മന്ത്രിയായത് ഞാൻ പിണറായി വിജയനോടൊപ്പം ചേർന്നത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ള മനുഷ്യന്റെ ദൗർബല്യങ്ങളോ ഒക്കെ ആയിരിക്കും പിണറായി, ഞാൻ പറയുന്ന ജി സുധാകരൻ അതുപോലെ തന്നെ പാർലമെന്ററി കാര്യങ്ങളിലൊക്കെ താല്പര്യമൊക്കെ ഉണ്ടാവും. പാർലമെന്ററി താല്പര്യമില്ലാത്ത ആരെങ്കിലും കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ആ കാര്യങ്ങൾ വെച്ച് പിടിച്ച് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അതിനുശേഷം നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് ആലപ്പുഴയിൽ വളർന്നു വന്ന ആളുകളൊക്കെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പേരുദോഷം കേൾപ്പിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൊറയിൽ തകർക്കുകയും ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടി നിലകൊള്ളുന്നോ അതിനുവേണ്ടി നിന്ന് അതിനെയൊക്കെ തകർത്തു കഴിഞ്ഞതിന്റെ ഒരു അവസാനത്തിലാണ് നമ്മൾ ജി സുധാകരന് ഇതിനകത്ത് ശ്വാസം മുട്ടി അദ്ദേഹം പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇത് ആലപ്പുഴയിൽ മാത്രം സംഭവിക്കുന്നതല്ല, കേരളത്തിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി അല്ല എന്നാണ് ഞങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ CPMന്റെ ഭാഗമായിരുന്ന സമയത്ത് കേരളത്തിലെ ഇപ്പൊ EMS അക്കാദമിയിൽ ഉൾപ്പെടെ ഈ പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവസരം ഉണ്ടായിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വേണ്ടിയാണോ നിലകൊള്ളുന്നത് ഞങ്ങൾ അതിനൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാറുണ്ട്. ജനകീയ ജനാധിപത്യ വിപ്ലവം, അതിന് അങ്ങനെ സോഷ്യലിസം, ഇങ്ങനെയൊക്കെ പാർലമെന്ററി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റു സമര പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിലാകെ വെക്കുന്ന ചില രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ രാഷ്ട്രീയ നിലപാടുകളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നതോടുകൂടി ഏതാണ്ട് 2000 ആണ്ടോട് കൂടിയിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി എല്ലാ അഴിമതിയും വൃത്തികേടും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉള്ള ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടിയായി CPM അധപ്പതിച്ചു പോകുന്നത്. ഒരു ഭാഗത്ത് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ അധപ്പതിച്ചു പോകുമ്പോഴും ആ പാർട്ടിയെ വലിയൊരളവിൽ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി പിണറായി വിജയന് സാധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. താങ്കൾ ഈ പോയ കാലത്ത് ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഇപ്പോൾ ഈ കേരളത്തിലെ പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കുന്നതിന്റെ ഭാഗമായി
പിണറായി വിജയൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കണക്കുകൂട്ടലുകളൊക്കെ നടത്തി വളരെ ആസൂത്രിതമായി ഈ പാർട്ടിയെ പിടിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടത്തി. നമുക്കറിയാം ആ കാലത്ത് VS പിണറായി തമ്മിലുള്ള പോരും അത് പാർട്ടി സമ്മേളനങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത്, വെട്ടിനിരത്തിൽ എങ്ങനെയുണ്ടായി, ഇതൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ നമുക്കറിയാം. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ CPM-ന് ആലപ്പുഴയിലെ പാർട്ടിയെ പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ ഒരു ഉപകരണമാക്കി ഉപയോഗിച്ച ആളാണ് G. സുധാകരൻ എങ്കിൽ ഇന്നിപ്പോൾ അദ്ദേഹം അവഗണിക്കപ്പെടുന്നതിൻ്റെ പേരിലാണ് പാർട്ടി വിടുന്നതെന്നും സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് അല്ലെങ്കിൽ മത്സരിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് പാർട്ടി വിടുന്നതെന്നുമൊക്കെയുള്ള പാർട്ടിയുടെ പ്രചാരണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയല്ലേ ചെയ്യുക? ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഈ കാരണങ്ങൾ തന്നെയാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ മനുഷ്യൻ്റെതായിട്ടുള്ള മാനുഷികമായ ദൗർബല്യങ്ങളൊക്കെ കാണും, ഈ ദൗർബല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്ത വൈകാരികമായ തീരുമാനമാണ് G. സുധാകരൻ പാർട്ടി വിടാൻ എടുത്ത തീരുമാനമെന്ന് ആണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലുമല്ല. ഞാൻ പറയാ, സാധാരണ മാർക്സിസ്റ്റുകാർ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മരം മറഞ്ഞിട്ട് കാട് കാണാതിരിക്കുക എന്ന്. താങ്കളുടെ ചോദ്യം അങ്ങനെയാണ്. താങ്കൾ മരം മാത്രമേ കാണുന്നുള്ളൂ, കാട് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. പ്രശ്നം ഇതാണ്, ഈ നിലയിലൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. ഉപയോഗിക്കുന്നതിന് ഈ പറയുന്ന G. സുധാകരൻ അതിന്റെ ഭാഗമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്, ഞാനത് അംഗീകരിച്ചു. പക്ഷേ ആ G. സുധാകരൻ അപ്പോഴും കമ്മ്യൂണിസ്റ്റ്, ഞാൻ ആദ്യമേ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് മൂല്യബോധങ്ങളെ വലിയൊരു അളവിൽ പിൻപറ്റുന്ന ഒരു മനുഷ്യനാണ്. G. സുധാകരനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം ഇക്കാലം അത്രയും ആരെങ്കിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. CPM-ന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പോലും വലിയ കൊടിയ അഴിമതിയുടെ ഭാഗമാകുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായി വരുമ്പോൾ, ആലപ്പുഴയിലെ മറ്റു നേതാക്കളെ കുറിച്ചൊക്കെ ഈ ആക്ഷേപം ഉണ്ടായി വരുമ്പോൾ G. സുധാകരനെ കുറിച്ച് അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. കാരണം വ്യക്തിവൈശിഷ്ട്യത്തിന്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് G. സുധാകരന്റെ കാര്യത്തിൽ ആലപ്പുഴയിലോ കേരളത്തിലോ ആർക്കെങ്കിലും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.